ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. പല പാരൻസിനും സമയം ലഭിച്ചാൽ പോലും തങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലുള്ള ചെറിയ സംശയങ്ങൾ പോലും പരിഹരിക്കാൻ അവർ കഴിയാതിരിക്കുന്നത് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം പാരൻസിനെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നീട് റെഫർ ചെയ്യാൻ എളുപ്പമാകുമല്ലോ. കൂടുതൽ ആളുകളിലേക്ക് ഈ ചർച്ചാവേദി എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റിൽ നൽകുക. ഫോളോ ചെയ്യാൻ മറക്കരുതേ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഫൈനൈറ്റ് നോൺ ഫൈനൈറ്റ് വെർബുകളെ തിരിച്ചതും അതുപോലെ തന്നെ ഫൈനൈറ്റ് വെർബിലെ ഡു, ബി, ഹാവ് എന്നിവ വെർബ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുമെന്നും, പിന്നീട് അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കണ്ടു ഈ ഓക്സിലറി വെർബ് എന്ന് പറയുന്നവ വെർബ് തന്നെയാണ്. വെർബ് തന്നെ പരസ്പരം ഡു, ബി, ഹാവ് എന്നിവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതാണ് ഓക്സിലറി വെർബ്സ് എന്ന് നമ്മൾ കണ്ടു. ഈ ഓക്സിലറി വെർബിലെ ഡു എന്ന വെർബ് അല്ലെങ്കിൽ ഫൈനൈറ്റ് വെർബ് എപ്പോഴാണ് ഓക്സിലറി വെർബായിട്ട് മറ്റ് വെർബിനെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് അല്ലെങ്കിൽ സഹായിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബിയുടെ ഫോംസ് ഈസ്, ആം, ആർ, വാസ്, വെയർ, ബി, ബീൻ ഓക്സിലറി വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 1. പ്രോഗ്രസീവ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസസ്. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ കണ്ടിന്യൂസ് ടെൻസുകളിലെല്ലാം തന്നെയും ബിയുടെ ഫോം ഓക്സിലറി വെർബായിട്ട് വെർബിനോടൊപ്പം വരുന്നു. അതായത് പ്രോഗ്രസീവ് ആണ്, ആ വെർബ് കണ്ടിന്യൂറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ ഒരു തുടർച്ചയെ കാണിക്കുന്ന വെർബാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ ബിയുടെ ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ്: ഹി ഈസ് റീഡിംഗ് എ ബുക്ക്. ഈസ് റീഡിംഗ്. ദേ ആർ റീഡിംഗ് എ ബുക്ക്. ഹി വാസ് റീഡിംഗ് എ ബുക്ക്. ഇതെല്ലാം ബിയുടെ ഫോംസ് ആണ്. 2. പാസീവ് വോയിസുകളുണ്ട്. നമുക്കറിയാം, ഒരു സെന്റൻസ് സാധാരണ രീതിയിൽ നമ്മൾ 2 വോയിസുകളിൽ എഴുതാറുണ്ട്. ആക്റ്റീവ് വോയിസിൽ എഴുതാറുണ്ട്, പാസീവ് വോയിസിലും എഴുതാറുണ്ട്. അതിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിൽ പാസീവ് വോയിസിന്റെ ഫോർമേഷനിൽ അല്ലെങ്കിൽ പാസീവ് വോയിസ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ബിയുടെ ഫോം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്, ആം, ആർ, വാസ്, വേർ, ബി, ബീൻ, ബീയിങ് ഇങ്ങനെയുള്ള പല ഫോമുകളും നമ്മൾ പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നുണ്ട്. പാസീവ് വോയിസിൽ ബിയുടെ ഫോം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ഫോം ഓഫ് ബി പ്ലസ് V3 എന്നാണല്ലോ പാസീവ് വോയിസിന്റെ സ്ട്രക്ചറിൽ തന്നെ വെളിവാകുന്ന കാര്യം. രാമ കിൽഡ് രാവണ. പാസീവ് വോയിസിൽ നമുക്ക് രാവണ വാസ് കിൽഡ് ബൈ രാമ. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ. Newspaper is read by him. Newspapers are read by them or him. A snake is being killed by Ram. A snake is being killed by. അപ്പൊ നോക്കൂ, V3യോടൊപ്പം തന്നെ അല്ലെങ്കിൽ V3യുടെ തൊട്ടു മുമ്പിലായിട്ട് നമ്മൾ ബിയുടെ ഫോം നിശ്ചയമായിട്ടും അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട് പാസീവ് വോയിസ്. 3. ഒരു മോഡൽ ആക്സിലറി ആയിട്ട് നമ്മൾ ബിയുടെ ഫോം യൂസ് ചെയ്യും. ഈസ് ടു, ആം ടു, ആർ ടു, വാസ് ടു, വേർ ടു, ബി ടു എന്നുള്ള ഫോമാണത്. ഐ ആം ടു ഗെറ്റ് എ ന്യൂ കാർ ഇൻ ദ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത ആഴ്ച ഒരു പുതിയ കാർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസിനെ സൂചിപ്പിക്കുന്ന ഒരു മോഡലായിട്ട് പലപ്പോഴും B2 ഉപയോഗിക്കാറുണ്ട്. യു ആർ ടു ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് വീക്ക്. ദർ ഇസ് എ പോസിബിലിറ്റി. നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ച ലണ്ടനിൽ പോകേണ്ടി വരും. അങ്ങനെയുള്ള മൊഡൽസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ B2
ഉപയോഗിക്കാറുണ്ട്. പൊതുവെ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബി എന്നുള്ള അല്ലെങ്കിൽ ബിയുടെ ഫോംസ് ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്.